നടിയാക്രമിച്ച കേസിൽ 6 പ്രതികൾക്കും 20 വർഷം കഠിന തടവും 50,000 രൂപ വീതം പിഴയും ഗൂഢാലോചനയ്ക്ക് ഉൾപ്പെടെയാണ് തടവ് ശിക്ഷ വിധിച്ചത്. 5 ലക്ഷം രൂപ അതിജീവിതയ്ക്ക് നൽകണമെന്നാണ് കോടതിയുടെ വിധി. ശിക്ഷ പ്രഖ്യാപിക്കുന്നതിൽ കേസിന്റെ സെൻസേഷണൽ സ്വഭാവം ബാധിച്ചിട്ടില്ല എന്ന് ജഡ്ജി ഹണിയം വർഗീസ്. എന്തായാലും കോടതിയുടെ വിധി പ്രസ്താവം വിശദമായി തന്നെ പുറത്ത് വരേണ്ടിയിരിക്കുന്നു. വിധി പകർപ്പ് ലഭിക്കുമ്പോഴായിരിക്കും ഈ വിധിയുടെ കൂടുതൽ വിശദാംശങ്ങളിൽ ഒരു വ്യക്തത വരിക. എന്തായാലും ഈ 6 പ്രതികൾക്കും 20 വർഷം തടവാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒരുമിച്ച് തടവ് ശിക്ഷ അനുഭവിച്ചാൽ മതിയാകും. പ്രത്യേകം ശിക്ഷയാണ് ഓരോ കുറ്റത്തിനും ചുമത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. മെമ്മറി കാർഡ് പോലീസ് സൂക്ഷിക്കണം എന്നുള്ള കാര്യം കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. 5 ലക്ഷം രൂപ വീതം പിഴയും ഒടുക്കണം, എല്ലാ ശിക്ഷയും ഒരുമിച്ച് അനുഭവിക്കണം എന്നുള്ളതാണ്. മുഖ്യപ്രതി പൾസർ സുനിക്ക് പോലും പരമാവധി ശിക്ഷ ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് വിധിയിൽ നിന്ന് വ്യക്തമാകുന്നത്. രേഷ്മ ബാബുവിലേക്കാണ് പോകുന്നത്. രേഷ്മ, നമ്മൾ സൂചിപ്പിച്ചതുപോലെ പ്രോസിക്യൂഷൻ പൂർണ്ണമായും ഒരു തൃപ്തി ഈ വിഷയത്തിൽ രേഖപ്പെടുത്തുന്നില്ല. എന്തായാലും മേൽക്കോടതിയിൽ പോകും, അത് പ്രതികളും പോകുന്നുണ്ട്. പ്രതിഭാഗവും അത്തരത്തിൽ തന്നെയാണ് മേൽക്കോടതിയെ സമീപിക്കും എന്നുള്ളതാണ്. ശിക്ഷയിൽ ഇളവ് തേടി. ഒപ്പം അതിജീവിതയ്ക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് പ്രോസിക്യൂഷനും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത് രേഷ്മ, നമ്മൾ ഇന്ന് കോടതി ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു പൊതുജന വികാരത്തെ ഒന്നും മാനിച്ച് ശിക്ഷ പറയാൻ സാധിക്കില്ല എന്ന് ഇന്ന് ജഡ്ജി ചൂണ്ടിക്കാട്ടിയതാണ്. എന്തായാലും വിധി പറയൂ രേഷ്മ, നമ്മുടെ പുതിയ പ്രേക്ഷകർക്ക് വേണ്ടി ആദ്യം ആ വിധിയുടെ ഒരു വിശദാംശങ്ങൾ. രാഖി, വികാരങ്ങൾക്ക് അടിമപ്പെട്ടോ പക്ഷപാതപരമായോ വിധി പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് കോടതി ഇന്നെടുത്ത നിലപാട്. അത് വിധി പ്രസ്താവിക്കുന്ന സമയത്ത് ആദ്യഘട്ടത്തിലുള്ള ഒരു നിരീക്ഷണമായിട്ട് പുറത്തു വന്നതുമാണ്. മറ്റൊന്ന്, ഈ ഒരു ശിക്ഷ ഇത്രയധികം കുറയാനായിട്ട്, അതായത് പ്രോസിക്യൂഷൻ പറയുന്നത് പരിപൂർണമായിട്ടും തങ്ങൾക്ക് നീതി ലഭിച്ചില്ല എന്നുള്ളതാണ്. അതായത് പരമാവധി ശിക്ഷയായിട്ട് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് ജീവപര്യന്തം കഠിന തടവ് തന്നെയാണ്. കൂട്ടബലാത്സംഗ കുറ്റത്തിന് പരമാവധി ശിക്ഷ ജീവപര്യന്തം കഠിന തടവാണ്. പക്ഷേ ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് 20 വർഷം കഠിന തടവ് എന്നുള്ളത്. ഇതിൽ കോടതി ശിക്ഷ വിധിച്ചിട്ടുള്ളത് 1 മുതൽ 6 വരെയുള്ള 1-ാം പ്രതിയായിട്ടുള്ള പൾസർ സുനി, 2-ാം പ്രതി മാർട്ടിൻ ആന്റണി, 3-ാം പ്രതി മണികണ്ഠൻ, 4-ാം പ്രതി വിജീഷ്, 5-ാം പ്രതി വടിവാൾ സലീം, 6-ാം പ്രതിയായിട്ടുള്ള പ്രദീപ്. ഈ 6 പ്രതികൾക്കും കൂട്ടബലാത്സംഗ കുറ്റത്തിന് 20 വർഷമാണ് കഠിന തടവ് വിധിച്ചിരിക്കുന്നത്. 50,000 രൂപ പിഴ. അതോടൊപ്പം തന്നെ തട്ടിക്കൊണ്ടുപോകലിന് 10 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഓരോ കുറ്റത്തിനും ശിക്ഷ വിധിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ തന്നെ ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണെന്നാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അപ്പീലുമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ള ഒരു നിലപാടിൽ തന്നെ പ്രോസിക്യൂഷൻ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഈ ശിക്ഷ വിധി പ്രസ്താവിക്കുന്ന സമയത്ത് കോടതി എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രതികളുടെ പ്രായം കണക്കിലെടുക്കണം, പ്രതികൾക്ക് മാനസാന്തരപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുമാത്രമല്ല, എല്ലാ പ്രതികളുടെയും പ്രായം എന്ന് പറയുന്നത് 40 വയസ്സിൽ താഴെയാണ്. ഇതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് മാത്രമേ ശിക്ഷ പ്രഖ്യാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതായിരുന്നു ഹണിയം വർഗീസ് പറഞ്ഞൊരു കാര്യം. അതിന്റെ അടിസ്ഥാനത്തിലാണ് കൂട്ടബലാത്സംഗ കുറ്റത്തിന് ഏറ്റവും കുറഞ്ഞ ശിക്ഷയായിട്ടുള്ള 20 വർഷം കഠിന തടവിലേക്കും 50,000 രൂപ പിഴയിലേക്കും എത്തിയത്. ഈ 5 ലക്ഷം രൂപ, അതായത് ഈ പിഴത്തുകയിൽ നിന്നും 5 ലക്ഷം രൂപ അതിജീവിതയ്ക്ക് കൈമാറണം. ഒപ്പം തന്നെ തൊണ്ടി മുതലായിട്ടുള്ള മൊബൈൽ ഫോണും പെൻഡ്രൈവും പോലീസിന്റെ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുകയും വേണം. അപ്പീൽ കാലാവധി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് നശിപ്പിച്ച് കളയുവാൻ പാടുള്ളൂ എന്നുള്ളതാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ഈ കേസിന്റെ സെൻസേഷണൽ സ്വഭാവം യാതൊരു ഘട്ടത്തിലും ഈ വിധിയെ ബാധിച്ചിട്ടില്ല എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ തർക്കമില്ലാത്ത ഒരു കാര്യമുണ്ട്. അതായത് ഈ പെൺകുട്ടിയുടെ, അതായത് അതിജീവിതയുടെ സ്ത്രീത്വത്തെ അല്ലെങ്കിൽ അന്തസ്സിനെ കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ളതായിരുന്നു ഈ കുറ്റകൃത്യം അല്ലെങ്കിൽ ഈ പ്രതികളുടെ പ്രവൃത്തി. അതിൽ യാതൊരു ചോദ്യം ചെയ്യലിന്റെ ആവശ്യമില്ല. അത് സത്യമാണെന്ന് കൂടി, അത് വസ്തുതാപരമാണെന്നാണ് കോടതി നിരീക്ഷണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ ശിക്ഷയൊക്കെ തന്നെ ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയാകും. അതോടൊപ്പം തന്നെ വിചാരണ കാലയളവിൽ ജയിലിൽ കിടന്ന ആ സമയം കൂടി ഈ ശിക്ഷയിൽ നിന്ന് കുറവ് ചെയ്യപ്പെടും. അങ്ങനെ വരുമ്പോൾ 1-ാം പ്രതിയായിട്ടുള്ള പൾസർ സുനി ഏകദേശം 7.5 വർഷക്കാലത്തോളമാണ് റിമാൻഡ് ഉണ്ടായിരുന്നത്. റിമാൻഡിൽ ജയിൽവാസം അനുഭവിച്ചിട്ടുള്ളത്. 2 മുതൽ 6 വരെയുള്ള പ്രതികൾ 6.5 വർഷക്കാലവും ജയിലിൽ കിടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിലവിലുള്ള ശിക്ഷയിൽ നിന്നും അത് കുറവ് ചെയ്യപ്പെടും. എന്തായാലും അപ്പീലുമായിട്ട് പ്രോസിക്യൂഷൻ മുന്നോട്ട് പോകും. ഈ പ്രതികളിൽ ഒരാളായിട്ടുള്ള വിജീഷ്, അതായത് 4-ാം പ്രതിയായിട്ടുള്ള വിജീഷ് പറഞ്ഞിട്ടുള്ള
പറഞ്ഞിട്ടുള്ളത് താൻ തലശ്ശേരി സ്വദേശിയാണ്, അതുകൊണ്ട് തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തന്നെ മാറ്റണമെന്നുള്ള ഒരു ആവശ്യം പ്രതികളിൽ 4ാം പ്രതിയായിട്ടുള്ള വിജീഷ് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ആ വിധി പ്രസ്താവിച്ചതിന് ശേഷം വിജീഷ് അത് തന്നെയാണ് പറഞ്ഞത്. പ്രതികളൊക്കെ തന്നെ പറഞ്ഞത് തങ്ങളുടെ കുടുംബ പശ്ചാത്തലം വളരെ പരിതാപകരമാണ്, അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ ശിക്ഷയിലേക്ക് കാര്യങ്ങൾ എത്തണം. ഈ ഇത്രയധികം ശിക്ഷ കുറയാനായിട്ടുള്ള മറ്റൊരു ഘടകം കൂടിയുണ്ട്. ഈ പ്രതികളിൽ പൾസർ സുനിക്ക് അല്ലാതെ മറ്റാർക്കും തന്നെ മുൻകാല ക്രിമിനൽ പശ്ചാത്തലമില്ല. അതുകൂടി കോടതി കണക്കിലെടുക്കുകയും ഈ 6 പേരുടെയും പ്രായം 40 വയസ്സിൽ താഴെയാണ്. ഒപ്പം തന്നെ ഇവർക്ക് മാനസാന്തരപ്പെടാനായിട്ടുള്ള ഒരു സാധ്യത കൂടി കോടതി കണക്കിലെടുക്കുന്നു. സമൂഹത്തിന്റെ ഒരു വികാരങ്ങൾക്ക് അടിമപ്പെട്ട് കോടതിക്ക് വിധി പറയാൻ സാധിക്കില്ല. പകരം ഈ ശിക്ഷയിൽ ഈ ഒരു ഘടകങ്ങൾ, അതായത് പ്രതിയുടെ പ്രായം, ഒപ്പം തന്നെ മുൻകാല ക്രിമിനൽ പശ്ചാത്തലം, ഇതടക്കമുള്ള ഘടകങ്ങൾ കൂടി വിലയിരുത്തിയ ശേഷം മാത്രമേ ശിക്ഷാവിധി പ്രസ്താവിക്കാൻ പാടുള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ശിക്ഷ പ്രസ്താവിച്ചിരിക്കുന്നത് ാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നിലവിൽ പ്രോസിക്യൂഷന് ഈ വിധിയിൽ അതൃപ്തിയുണ്ട്. അത് അവർ പൂർണ്ണമായിട്ടും പറയുകയും ചെയ്തിട്ടുണ്ട്. ഇനി അപ്പീലുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് അജയകുമാർ, അതായത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള അജയകുമാർ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് രാവിലെ 11 മണിക്ക് കോടതി നടപടികൾ ആരംഭിച്ചു. ശിക്ഷയിന്മേലുള്ള വാദപ്രതിവാദങ്ങളായിരുന്നു നടന്നത്. 1 മണിവരെ വാദം നടന്നിരുന്നു. വാദം 1 മണിയോടുകൂടി പൂർത്തീകരിച്ച് 4 മണിക്ക് ശേഷമായിരുന്നു, 4:30 ഈ ശിക്ഷയിൽ വിധി പ്രസ്താവം തുടങ്ങിയത്. വിധി പ്രസ്താവിച്ച സമയത്ത് ആദ്യം കോടതി പറഞ്ഞത് ഈ കേസിന് ഒരു സെൻസേഷണൽ സ്വഭാവമുണ്ട്. ആ സെൻസേഷണൽ സ്വഭാവം ഒരു ഘട്ടത്തിലും ഈ വിധിയെ ബാധിച്ചിട്ടില്ല. ഈ എല്ലാ തരത്തിലും ഇരയുടെ ഭാഗവും ഈ കുറ്റകൃത്യത്തിന്റെ സ്വഭാവം, അത് സമൂഹത്തിനുണ്ടാക്കിയ ആഘാതം, ഇരയ്ക്കുണ്ടാക്കിയ ആഘാതം, ഇത് ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടാണ് താൻ വിധി പറയുന്നതെന്നാണ് ഹണിയം വർഗീസ് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ കുറ്റത്തിനും ഏത് വിധത്തിലാണ് ശിക്ഷ എന്നുള്ള രീതിയിൽ പറയുകയും ചെയ്തു. എന്തായാലും തട്ടിക്കൊണ്ടുപോകലിനടക്കം 10 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും, കൂട്ടബലാത്സംഗ കുറ്റം 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്കുണ്ട്. അവർ അതിനൊക്കെ തന്നെ 20 വർഷം കഠിന തടവും 50,000 രൂപ പിഴയുമാണ്. ഇതൊക്കെ തന്നെ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. അതോടൊപ്പം തന്നെ ഈ ശിക്ഷ, ഈ റിമാൻഡ് കാലാവധി നിലവിലെ ശിക്ഷയിൽ നിന്നും ഇളവ് ചെയ്യപ്പെടുകയും ചെയ്യും. എന്തായാലും തൊണ്ടി മുതലായിട്ടുള്ള പെൻഡ്രൈവും അതോടൊപ്പം തന്നെ മൊബൈൽ ഫോണും അന്വേഷണ ഉദ്യോഗസ്ഥൻ അതീവ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കണം. ഒപ്പം തന്നെ അപ്പീൽ കാലാവധി കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് നശിപ്പിക്കുവാൻ പാടുള്ളൂ. അതും കൃത്യമായിട്ട് കോടതി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതിജീവിതയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് താൻ ഈ വിധി പ്രസ്താവിക്കുന്നതെന്നാണ് കോടതി പറഞ്ഞത്. ഒപ്പം തന്നെ പ്രതികളുടെ പ്രായവും അവരുടെ മുൻകാല ക്രിമിനൽ പശ്ചാത്തലം ആകെ ഉള്ളത് പൾസർ സുനിക്ക് മാത്രമാണ്. ബാക്കി 2 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് അത്തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലം ഒന്നും തന്നെയില്ല. അവരുടെയൊക്കെ കുടുംബ പശ്ചാത്തലം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വാദം ഇന്ന് 11 മണിക്ക് ശേഷം നടന്നിരുന്നു. അപ്പോൾ പ്രതികൾ പറഞ്ഞൊരു കാര്യമുണ്ട്, സാമ്പത്തികമായിട്ട് വലിയ അസ്ഥിരത അനുഭവിക്കുന്ന കുടുംബങ്ങളാണ്, മക്കളുണ്ട്, അമ്മയുണ്ട്, സുഖമില്ലാത്ത അമ്മയും അച്ഛനും മാതാപിതാക്കളും ഉണ്ട്, അതോടൊപ്പം തന്നെ ഭാര്യയുണ്ട്, 1.5 വയസ്സും 2 വയസ്സുമുള്ള കുഞ്ഞുങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഏക വരുമാന മാർഗം തങ്ങളുടേത് മാത്രമാണ്. അതുകൊണ്ട് ശിക്ഷയിൽ ഇളവ് വേണമെന്നുള്ളതായിരുന്നു പ്രതികളുടെ ഭാഗം. പ്രോസിക്യൂഷൻ പക്ഷേ പരമാവധി ശിക്ഷ എന്നുള്ള ആവശ്യത്തിനപ്പുറത്തേക്ക് പിന്മാറിയില്ല. അവർക്ക് പരമാവധി ശിക്ഷ തന്നെ കൊടുക്കണമെന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. പക്ഷേ പരമാവധി ശിക്ഷയിലേക്ക് കോടതി എത്തിച്ചേർന്നില്ല. പകരം ഏറ്റവും കുറഞ്ഞ ശിക്ഷയിലേക്ക്, കൂട്ടബലാത്സംഗ കുറ്റത്തിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷയായിട്ടുള്ള 20 വർഷം കഠിന തടവിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഈ നേരത്തെ വിചാരണ കാലയളവിൽ കിടന്നിട്ടുള്ള ജയിൽവാസം അനുഭവിച്ചിട്ടുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ ആ വർഷങ്ങൾ കൂടി കുറയ്ക്കുമ്പോൾ കുറഞ്ഞ ശിക്ഷ മാത്രമേ ഇനി പ്രതികൾക്ക് അനുഭവിക്കാൻ ഉള്ളൂ. എന്തായാലും പൾസർ സുനി ഉൾപ്പെടെയുള്ള 6 പ്രതികൾക്കും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി 20 വർഷം കഠിന തടവും അതോടൊപ്പം തന്നെ 50,000 രൂപ പിഴയുമാണ് ബലാത്സംഗ കുറ്റത്തിന് വിധിച്ചിരിക്കുന്ന ശിക്ഷ. അതോടൊപ്പം തന്നെ ഓരോ കുറ്റങ്ങൾക്കും വെവ്വേറെ ശിക്ഷ വിധിച്ചിട്ടുണ്ട്. ഈ IT ആക്ട് ആകെ പൾസർ സുനിക്കെതിരെ മാത്രമാണ് ചുമത്തപ്പെട്ടിട്ടുള്ളത്. അതായത് അശ്ലീല ദൃശ്യങ്ങൾ പകർത്തുക, അത് സൂക്ഷിക്കുക, അതിന് 3 വർഷം കഠിന തടവാണ്. അതോടൊപ്പം തന്നെ 1 ലക്ഷം രൂപ പിഴയും, അതിൽ പിഴ അടയ്ക്കാത്ത പക്ഷം 1 വർഷം കൂടി കഠിന തടവിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഇത് പക്ഷേ പൾസർ സുനിക്ക് മാത്രമാണുള്ളത്. അങ്ങനെ ഈ പിഴത്തുകയിൽ നിന്ന് 5 ലക്ഷം രൂപ അതിജീവിതയ്ക്ക് നൽകാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഇനി വിധി പകർപ്പിൽ ലഭിക്കുമ്പോൾ മാത്രമേ ഏത് വിധത്തിലാണ് ഈ ശിക്ഷ ഇത്രത്തോളം കുറയ്ക്കാനായിട്ടുള്ള ഒരു സാഹചര്യം എന്നുള്ളത് സംബന്ധിച്ചുള്ള വിലയിരുത്തലുകളിലേക്കും നിരീക്ഷണങ്ങളിലേക്കും കടക്കാൻ കഴിയുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഈ കേസിൽ 8ാം പ്രതിയായിരുന്ന ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള ആ ഒരു കാര്യങ്ങളുടെ അതിൻ്റെ ഘടകങ്ങൾ ഏതോ വിധത്തിലാണ്, അതിൻ്റെ കാര്യകാരണങ്ങൾ അടക്കം അറിയാൻ സാധിക്കുന്നത് ഈ വിധി പകർപ്പ് ലഭിച്ചെങ്കിൽ മാത്രമാണ്.